വർഷങ്ങളോളം ഒരു കൊച്ചിനു വേണ്ടി കാത്തിരുന്ന് അവസാനം പ്രഗ്നൻ്റായി 10 മാസം ചുമന്ന് പ്രസവിച്ച് കൊച്ച് കയ്യിലോട്ട് വന്നപ്പം ആ കയ്യിലിരിക്കുന്ന കൊച്ച് സ്വന്തം ചോരയല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം ആലോചിച്ച് നോക്കി. എന്നാൽ 10 മാസം ചുമന്ന കൊച്ചിതാണോ? അതെ. പ്രസവിച്ച കൊച്ചിതാണോ? അതും അതെ. പിന്നെ എങ്ങനെയാ ഈ കൊച്ച് നമ്മുടെ ചോരയല്ലാതാകുന്നത്? ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കിക്കേ. കഴിഞ്ഞ മാസം അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നടന്നൊരു സംഭവമാണ്. ഇവർ IVF വഴി പ്രഗ്നൻ്റ് ആയ ഒരു കപ്പിളാണ്. കൊച്ചുണ്ടായി കഴിഞ്ഞപ്പം ഇവർ നോക്കുമ്പോൾ ഇവരുടെ കളറല്ല. അങ്ങനെ സംശയം തോന്നി DNA ടെസ്റ്റ് ചെയ്തപ്പം കൊച്ചിന് ഇവരുടെ DNA ആയിട്ട് ഒരു മാറ്റമില്ല. ഇപ്പം ഇവർ ആ ഫെർട്ടിലിറ്റി ക്ലിനിക്കിനെതിരെ കേസ് കൊടുത്തിരിക്കുക. ഇവർ പറയുന്നത് ഇവർ കൊടുത്ത സ്പെസിമെനും വേറെ ഏതോ ഫാമിലിയുടെ സ്പെസിമെനും തമ്മിൽ മാറിപ്പോയിട്ടുണ്ട്. അപ്പം വേറെ ഏതോ ഫാമിലി കൊടുത്ത സ്പെസിമെനാണ് IVFന് ഇവർ യൂസ് ചെയ്ത് 10 മാസം ചുമന്ന് കൊച്ചായത്. ഇവരുടെ സ്പെസിമെൻ വേറെ ആർക്കോ പോയിട്ടുണ്ട്. ഇവർ പറയുന്നത് ഞങ്ങളുടെ സ്പെസിമെൻ എവിടെ പോയെന്ന് അറിയണം, അത് മാത്രമല്ല ഈ കൊച്ചിൻ്റെ ശരിക്കുള്ള പേരൻസ് ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോഴും ഇവർക്ക് ശരിക്കും ആരാണ് ഇവരുടെ കൊച്ചിൻ്റെ പേരൻസ് ഒന്നും ഒരു ഐഡിയ ഇല്ല. എന്നാൽ ഇന്ന് ഞാനൊരു ന്യൂസ് കേട്ടപ്പോൾ അതിൻ്റെ അകത്ത് അവരൊരു സംശയം പറയുന്നത്, ഈ പ്രസവിച്ച സ്ത്രീ സ്പെസിമെൻ കൊടുത്ത വർഷം, അതായത് 2025 കൊടുത്ത സമയത്ത് ആ മാസം ആ ആഴ്ച തന്നെ ഒരു ഇന്ത്യൻ ഫാമിലിയും സ്പെസിമെൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൈൽഡ് ഗസ് പോലെ അവർ ഗസ് ചെയ്യുന്നത് ഇറ്റ് കുഡ് ബി ആ ഇന്ത്യൻ ഫാമിലിയുടെ കൊച്ചായിരിക്കാന്നാണ്. എഗെയിൻ ഇതൊരു സംശയം മാത്രമാണ്, ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതൊരു വൈറ്റ് ഫാമിലിക്ക് ഇങ്ങനെ ഒരു ബ്രൗൺ കൊച്ച് ഉണ്ടായതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ആരെങ്കിലും DNA ടെസ്റ്റിന് പോവോ? ഇന്ത്യയിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ കപ്പിൾസിന് വേറൊരു ഇന്ത്യൻ കപ്പിൾസിന്റെ സ്പെസിമെനാണ് വരുന്നെങ്കിൽ എല്ലാം സെയിം കളറല്ലേ, കൊച്ചിനും പേരൻസിനും ഒരേ കളറേ ഉള്ളൂ. അവരൊരിക്കലും DNA ടെസ്റ്റിന് പോകത്തില്ല. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അറിയിക്കുന്നത് ഈ കൊച്ച് സ്വന്തം കൊച്ചല്ല എന്ന്. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ഫാമിലിക്ക് ഒരു ബ്രൗൺ കൊച്ച് ഉണ്ടായതുകൊണ്ട് മാത്രം ഇത് പുറത്തു വന്നു. പക്ഷെ ഇതുപോലെ പല കേസുകളും നടക്കുന്നുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ട് ഈ ഫോട്ടോയും ന്യൂസും കണ്ടപ്പം ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്.